നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലേക്കൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. അല്ലെ, RRBJയുടെ കട്ട് ഓഫ് വന്നു, CBT 1 റിസൾട്ട് വന്നു, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നിങ്ങൾ RRBJ CBT 1 എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, CBT 2ന്റെ പ്രിപ്പറേഷനിൽ തന്നെ മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. CBT 2ന്റെ ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എക്സാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോക്കാം. നമ്മളെ ഇപ്പം പറയുന്നത് വെച്ചാല് നിങ്ങൾ കുറച്ച് പേരെങ്കിലും മൈൻഡിലുള്ള ഒരു സംഭവമായിരിക്കും ഇത്, അല്ലെ. നമുക്ക് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു ഇലക്ട്രിക്കൽ എത്തിക്സ്. അപ്പൊ ഇതിലിപ്പം നമ്മളിപ്പം പറഞ്ഞ പോലെ IO കഴിഞ്ഞു, അല്ലെ. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് കഴിഞ്ഞു, ജൂനിയർ ഇൻസ്ട്രക്ടർ കഴിഞ്ഞു, RRBJയുടെ റിസൾട്ട് വന്നു. അപ്പൊ കുറച്ച് പേരെങ്കിലും എന്ത് ഇപ്പം അവരുടെ മൈൻഡിലൂടെ പോകുന്ന ഒരു കാര്യമാണ്, ഇനി എന്ത്, എക്സാം എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, കിട്ടിയില്ല, ഇപ്രാവശ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, RRBJയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും, കിട്ടിയില്ല. അല്ലെങ്കിൽ എയും IO എന്ന് വിചാരിച്ച പോലെ പഠിച്ചിട്ടും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അല്ല, കൃത്യമായിട്ട് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അത് പെർഫോം ചെയ്യാൻ നമ്മുടെ പേപ്പറിലേക്ക് വരുത്താൻ വേണ്ടി പറ്റിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കട്ട് ഓഫ് എത്ര ആയിരിക്കും. അതേപോലെ കുറെ പേര് സബും കുറെ പേര് ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെയൊക്കെ ബാക്കിയുള്ളവരുടെയൊക്കെ എന്താ പറയണ്ടേ, അവർ എക്സാം എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കട്ട് ഓഫ് അതുകൊണ്ട് കൂടുതൽ കുറയാൻ സാധ്യതയുണ്ടോ. ഓക്കെ. അതേപോലെ പല രീതിയിലും പല തോട്ടുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ. അപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോയില് ഇനി എന്താണെന്നില്ല കുറെ പേരുടെ ഒക്കെ മൈൻഡിലുള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ് ഇനി എന്താണ്. ഓക്കെ. അതേപോലെ ജസ്റ്റ് വേറൊരു കാര്യം എന്താ വെച്ചാല്, മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞാൽ സ്വന്തമായിട്ട് അവനവന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ് മോട്ടിവേഷൻ. അല്ലാതെ വേറെ ആരെങ്കിലും ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ വരേണ്ടതല്ല. അവനവന്റെ സ്വന്തമായിട്ട് അവനവന്റെ ജീവിതത്തില് വേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ വന്ന വഴികൾ, അത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനിയിപ്പം വരാനുള്ള ആ ഒരു രീതിയിലൊക്കെ ആയിട്ട് സെൽഫായിട്ട് മോട്ടിവേറ്റ് ആവുകയാണ് വേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവരുടെ മോട്ടിവേഷന്റെ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ. സ്വന്തമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് എപ്പോഴും ആവശ്യം. അതേപോലെ ജസ്റ്റ് ഒരു കാര്യം കൂടി, ഇപ്പം നിങ്ങളിപ്പം ഫുൾ ടൈം ആയിട്ട് PSCക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ RRBക്ക് വേണ്ടി മാത്രം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ, ബിസിനസ് ഡെവലപ്മെന്റ് സർവീസ് പ്രൊവൈഡർ പോലെയുള്ള പോസ്റ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മളെ കണ്ടന്റിലോട്ട് പോകാം. ഇതിലിപ്പം നമ്മളിപ്പം മനസ്സിലാക്കിയത് പ്രകാരം കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം വേണം. അതായത് ഇന്നത്തെ കാലത്ത് കുറച്ച് വർക്കൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് വർക്കൊന്നും ഇല്ലാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ലക്ഷ്യബോധം ഇല്ല ഇതാണ്. ഞാൻ അങ്ങനെ മുഴുവനായിട്ട് പറയുന്നതല്ല. നമ്മൾക്ക് നമ്മൾ എന്താവണം, നമ്മൾ ആരാവണം എന്നുള്ള ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ എപ്പോ എത്തണം. ഒക്കെ ആ ഒരു രീതിയിലെ തോട്ട് എന്താ നമുക്ക് വേണം. അതായത് ഞാൻ ഇന്നൊരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ മുന്നിൽ കണ്ടു, അപ്പൊ നമ്മൾ എന്താ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എന്താ പ്രിപ്പയർ ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അതിന്റെ എന്താ പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കണം. ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ കുറെ പേരൊക്കെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ RRBJ വന്നു, IO വന്നു, അതേപോലെ AE വന്നു, എല്ലാം വന്നു, അല്ലെ. IOയുടെയും AEയുടെയും RRBJയുടെ ഒക്കെ എന്താ സിലബസ്, ഇപ്പം IAയും AE ഒക്കെ എന്താ സിലബസ് എൻ്റയർലി ഡിഫറെന്റ് ആണ്. കുറച്ച് പേര് എന്ത് ചെയ്തു, IOയും നോക്കി AEയും നോക്കി, രണ്ടും പോയവരുണ്ട്. രണ്ടും വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാത്തവരുണ്ട്. നേരെ മറിച്ച് IOയും AEയും നോക്കിയിട്ട് രണ്ടും പെർഫോം ചെയ്തവരുണ്ട് കേട്ടോ. ഓക്കെ. അവർ സം എക്സെപ്ഷണൽ കേസാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ സിലബസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, IOയും AEയും എന്താ ഡിഫറെന്റ് ആണ്, അല്ലെ. സിലബസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളെ കൊണ്ട് താങ്ങുമെന്നില്ല നിങ്ങൾക്കറിയാം, അല്ലെ. നിങ്ങൾക്കത് മനസ്സിലാവാനുള്ള പ്രാപ്തിയിലെത്തിയില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, IO വേണോ AE വേണോ എന്നില്ല നിങ്ങൾക്ക് അവിടെ ഡിസൈഡ് ചെയ്യാം. നേരെ മറിച്ച് കുറച്ച് പേര് എന്ത് ചെയ്തു, AE നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവര് എന്ത് ചെയ്തു, IOയുടെ സിലബസ് വന്നപ്പോ IOയും കൂടി നോക്കാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ രണ്ടും കൂടി എന്ത് ചെയ്യാം, ബാലൻസ് തെറ്റിപ്പോയവരുണ്ട്. ഓക്കെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് വേണം. അപ്പൊ IO വേണം AE വേണം, രണ്ടും സെയിം ഇതിലാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ കൃത്യമായിട്ട് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ അവിടെ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് രണ്ടും ആവില്ല എന്നില്ല, കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടിലും കൂടി പോയിട്ട് രണ്ടിനും തല വെച്ചിട്ട് എന്താ, രണ്ടും എന്താ പറയണ്ടേ, വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റാത്തവരുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ ഒരു ലക്ഷ്യബോധമാണ്. നിങ്ങളുടെ ട്രാക്ക് എന്താ, കൃത്യമായിട്ട് നിങ്ങൾ പോകുന്ന ട്രാക്ക് ശരിയാണോ എന്നുള്ള രീതിയിലേക്ക് വരണം. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇതില് എന്താ പറയണ്ടേ,
ഇതേ ഒപ്പീനിയൻ തന്നെ അല്ലാത്തവരും ഉണ്ടാവാം. ഓക്കെ, ഞാൻ പറയല്ലേ, ഈ അയ്യോയും എയും കൂടി നോക്കിയിട്ട് രണ്ടും കൂടി നോക്കിയിട്ട് എന്താ നന്നായിട്ട് പെർഫോം ചെയ്തവരൊക്കെ ഉണ്ടാവാം. ഓക്കെ, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. കാരണം വെച്ചാൽ എ ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവര് അയ്യയുടെ സിലബസ് വന്നപ്പോൾ എ കൂടി നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയവരൊക്കെ ഉണ്ട്. അവസാനം ദേ രണ്ടും രണ്ട് വഴിക്കായി പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താ നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ടൊരു ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, നിങ്ങളുടെ ഒരു മൈൻഡ് നിങ്ങൾ ആ ഒരു ടാർഗറ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ എയിം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എയിമിലേക്ക് തന്നെ കൃത്യമായിട്ട് പോണം. ആ ഒരു എന്താ പറയുക എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും പല തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ എന്താ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കണം. അതായത് നിങ്ങളെ സൈഡിൽ നിന്ന് പ്രിപ്പറേഷനും കാര്യമൊക്കെ, അതേപോലെ മെറ്റീരിയൽസ്, അതേപോലെ കൃത്യമായിട്ട് റിവിഷൻ. റിവിഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം കൊണ്ടെത്തിക്കണം. അപ്പൊ എനിവേ കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അതിലേക്ക് നമ്മൾ എന്താ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി എന്ത് ഇനി എന്ത് എന്നുള്ളതാണ് നിങ്ങളെല്ലാരും പലരും നോക്കുന്ന കാര്യം, അല്ലെ? അതായത് നമുക്ക് ഇനിയിപ്പം ഒരിക്കൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ അത് പുതിയതായിട്ട് ഒരു ജയിക്കാനുള്ള ഒരു വഴിയാണ്, അല്ലെ? അപ്പൊ അതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, നിങ്ങൾക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റിയേക്കുന്നത് എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ തെറ്റുകൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയേക്കുന്നത്, നിങ്ങൾക്ക് എന്ത് മിസ്റ്റേക്കാണ് വന്നേക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു കുറവ് വന്നേക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അത് മെച്ചപ്പെടുത്തേണ്ടത്. നിങ്ങൾ റിവിഷൻ നടത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റിവിഷൻ പ്രോപ്പർ ആയിട്ട് റിവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താ നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെ? ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്താ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പതിക്ക് അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടാവാം. കാരണം എന്താ, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്നില്ലാരും നിങ്ങൾ കഴിഞ്ഞ എക്സാമിനൊക്കെ പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണെന്നില്ലാരും നിങ്ങൾ കൃത്യമായിട്ട് എന്താ വിലയിരുത്തണം. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു തെറ്റുകൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്താ ഒരു നോട്ട് ബുക്കിന്റെ എഴുതി വെക്കണം, നിങ്ങൾക്ക് എന്തൊക്കെ തെറ്റുകളാണ് പറ്റിയെന്നില്ല കാര്യം. ആ ഒരു തെറ്റുകൾ എന്താ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്ട് നിൽക്കണം. രണ്ടാമത്തെ പുതിയ മെത്തഡോളജിയാണ്. അതായത് നിങ്ങൾ ചിലപ്പം ഒരു മെത്തഡോളജി നിങ്ങൾ ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ ഒരു മെത്തഡോളജി എന്താ നിങ്ങൾക്ക് അതിനി എന്തുകൊണ്ട് ആ ഒരു മെത്തഡോളജിനെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ വിചാരിച്ച പൊസിഷനിൽ എത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താ നിങ്ങൾ വേറൊരു രീതിയിൽ പുതിയൊരു മെത്തേഡ് എന്താ നിങ്ങൾ സ്വീകരിക്കണം. പുതിയൊരു മെത്തേഡ്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് ഒന്നും എഴുതാതെ ജസ്റ്റ് എന്താ ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നോക്കിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ വരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും എന്താ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാവണം. നിങ്ങൾ നിങ്ങളുടേതായ കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവണം. ആ ഒരു ഷോർട്ട് നോട്ട്സിന്റെ എപ്പോഴും ഇമ്പോർട്ടന്റ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു എക്സാം ഒക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഇക്വേഷൻ ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവില്ല. ചിലപ്പോഴെന്താ ഐ മീൻ നിങ്ങൾ നിങ്ങളുടേതായ ഷോർട്ട് നോട്ട്സ് അല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത് ഇന്ന് ആ ഒരു ബുക്കിലെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴത്തെ ഒരു ഇക്വേഷൻ ആണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ മൈൻഡ് പോകുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ ഇമാജിൻ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എക്സാം ഹാളിൽ. കുറെ ഉദ്യോഗാർത്ഥികളൊക്കെ ആ ഒരു രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് എക്സാം ഹാൾ അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് എന്താ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തമായിട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ട്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് റിവിഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും അത് യൂസ്ഫുൾ ആയിട്ട് തന്നെ. വേറെ ഏത് അക്കാഡമീന്റെയോ ആരുടെയും മെറ്റീരിയൽസ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ എന്താ നിങ്ങളുടേതായ ഷോർട്ട് നോട്ട്സിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഒരിക്കലും എന്താ നിങ്ങളുടെ കോൺഫിഡൻസ് എന്താ നിങ്ങൾ വിടരുത്. അതായത് ഒരു എക്സാമും കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത്രയും എക്സാമായി എഴുതുന്ന ആ ഒരു എക്സാം ഒന്നും കിട്ടിയില്ല, ആ ഒരു രീതിയിലുള്ള കോൺഫിഡൻസ് നിങ്ങൾ ഒരിക്കലും കളയരുത്. നിങ്ങൾക്ക് കഴിയും. കാരണം എന്ന് വെച്ചാല് എന്താ പറയണ്ടേ, നിങ്ങൾ ഡിപ്ലോമ ഒക്കെ ഇത്രയും പഠിച്ചിട്ട് എത്തിയാണ്, അല്ലെങ്കിൽ ബിടെക് ഇത്രയും 8 സെമ്മും എല്ലാം പ്രാക്ടിക്കൽ ലാബും പ്രൊജക്റ്റും സെമിനാറും എല്ലാം വൈവി എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്തിയാണ്, അല്ലെ? ആ ഒരാ ക്ലിയർ ചെയ്ത ഒരാൾക്ക്, ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് എന്താ ആവുന്നതേ ഉള്ളൂ. പക്ഷെ എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കണം. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഓക്കെ, 100% ഷുവർ ആണ്. നിങ്ങൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. എഫേർട്ട് എടുക്കാതെ കൃത്യമായിട്ട് പഠിക്കാതെ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, കൃത്യമായിട്ട് നമ്മളൊന്നും നോക്കാതെ ബാക്കിയുള്ള സിസ്റ്റത്തിന് എന്താ പറയണ്ടേ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. നിങ്ങൾ എന്താ കൃത്യമായിട്ട് എഫേർട്ട് എടുക്കുക, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ റിസൾട്ട് എന്തായാലും കിട്ടുന്നുണ്ടാവും. അതേപോലെ ഞാൻ വീണ്ടും ശ്രമിക്കണം. അതായത് ഇനിയിപ്പോ അടുത്ത അവസരങ്ങൾ ആണ് നമ്മൾ അടുത്ത വീഡിയോ, സോറി,
അടുത്ത സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ ശ്രമിക്കുക. സി ഇവിടെ ആർ ആർ ബി ജെഇ മാത്രമല്ല, വേറെ എന്താ നമുക്ക് കുറെ അവസരങ്ങൾ ഇനിയിപ്പം വരാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങളെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. കഴിയേണ്ടതൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി എന്താ പുതിയതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾ അത് വിട്ടുപോകരുത്. അതിന് വേണ്ടിയിട്ട് എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്താ അവിടെ ആവശ്യമാണ്. സീറോ തന്നെ വീണ്ടും തുടങ്ങാം. ഓക്കെ, ഇതുവരെ പഠിച്ചെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. സോ അത് അവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നമ്മൾ വീണ്ടും ചെയ്യാം സീറോന്ന് ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ തുടങ്ങാം. ഇനി എന്തായാലും അവിടെ സാമ്യമുണ്ട്. ഓക്കെ, എവിടെ നിന്നാണോ നിങ്ങൾ തുടങ്ങുന്നത്, ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ തുടങ്ങുന്നത്, അവിടെ തന്നെ തുടങ്ങാം. അല്ലാതെ അതെനിക്കറിയാം, അതെനി നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പോകണ്ട. ചിലപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും വീണ്ടും നിങ്ങൾ തെറ്റ് പറ്റിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഏതായാലും സമയമുണ്ട് അല്ലെ. ഇനിയിപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സാം, ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് കുറച്ച് സമയം എന്തായാലും ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്താ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനിയിപ്പോ നമ്മളിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആർ ആർ ബിയുടെ കാര്യം വരാം. ആർ ആർ ബി എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാ വർഷവും ആർ ആർ ബി റിക്രൂട്ട്മെന്റ് നടത്തും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് റെയിൽവേയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കലണ്ടർ തന്നെയാണ്. അപ്പൊ ഈ ഒരു കലണ്ടർ പ്രകാരം എ എൽ പിയും ജെയും എല്ലാം എന്താ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ ജെയുടെ കേസിലാകുമ്പോൾ 2026 സെപ്റ്റംബർ വരെയുള്ള വേക്കൻസീസിനെ ബേസ് ചെയ്തിട്ട് 2025 ജൂണിൽ എന്ത് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് പുറത്തിറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രാഫ്റ്റ് ആണ്, നോട്ടിഫിക്കേഷൻ അല്ല. അപ്പോൾ ഡ്രാഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്താ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇറങ്ങുള്ളൂ. അതായത് ഇപ്പോൾ നടക്കുന്ന എ എൽ പിന്റെയും അതേപോലെ ജെയിന്റെയും ഒക്കെ എന്താ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവാം. മേ ബി അതിന്റെ മുന്നേയും വരാം. അപ്പൊ എന്തായാലും ഇയർലി റിക്രൂട്ട്മെന്റ് ഉണ്ടാവുന്നില്ല എന്ന് റെയിൽവേ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ ആർ ആർ ബി ജെഇ തന്നെ വേണം എന്നുള്ളവർക്ക് എന്താ കൃത്യമായിട്ട് ആർ ആർ ബി ജെഇയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. അതിന്റെ കൂടെ എന്താ ബാക്കിയുള്ള എക്സാംസും കൂടി നിങ്ങൾ നോക്കണം. അല്ലാതെ വെറും ആർ ആർ ബി ജെഇ മാത്രം ഫോക്കസ് ചെയ്യേണ്ട. അതിന്റെ കൂടെ എന്താ ബാക്കിയുള്ള എക്സാംസും കൂടി എന്താ നിങ്ങൾ നോക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇപ്പൊ ആർ ആർ ബി ജെഇ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എസ് എസ് സി ജെക്ക് നോക്കാം. SSCJയുടെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. SSCJയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വേണമെങ്കിൽ ആഡ് ആക്കാം. SSCJയുടെ കേസിൽ ഓഗസ്റ്റ് 5 എന്ത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും കേട്ടോ. ഓഗസ്റ്റ് 5, 2025 ഓഗസ്റ്റ് 5 എന്ത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഓഗസ്റ്റ് 28 വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും അവിടെ എന്താ എക്സാം ഡേറ്റ് ഉണ്ടാവുക. ഓക്കെ, CBT 1 പേപ്പർ 1 എക്സാം ഡേറ്റ് ഒക്ടോബർ നവംബർ മാസം. നിങ്ങൾക്കറിയാം പേപ്പർ 1ഉം പേപ്പർ 2 എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആക്കിയിട്ടുണ്ട്. പേപ്പർ 1 എന്താ നോൺ ടെക്നിക്കൽ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്. പേപ്പർ 2 എന്താ പ്യൂർലി ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. ആർ ആർ ബി ജെഇ നോക്കിയവർക്കൊക്കെ SSCJ സുഖസുന്ദരമായിട്ട് നോക്കി ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ആർ ബി ജെയും SSCJയും ആണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് നോക്കാം. ആർ ആർ ബി ജെയും SSCJയും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താ നോക്കാം. ഓക്കെ, ഇതൊക്കെ എന്താ പറയണ്ടേ, SSCJയുടെ കേസിൽ വേക്കൻസീസ് ഒക്കെ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. എനിവേ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് വേക്കൻസി ഒക്കെ എത്ര ഉണ്ടാവുന്ന ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. ആർ ആർ ബി ജെയും SSCJയും. പിന്നെയുള്ള എന്താ നമുക്ക് നേരെ കേരള PSCയിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഓൾറെഡി എന്താ കുറച്ച് നോട്ടിഫിക്കേഷൻസിലേക്ക് വരാം. കുറച്ച് എക്സാം ഡേറ്റ് അവിടെ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആർ ആർ ബി ജെക്ക് ആകുമ്പോൾ നോൺ ടെക്നിക്കൽ അവിടെ ഉണ്ട്. പക്ഷെ PSC ആകുമ്പോൾ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവിടെ ഓൾറെഡി നോൺ ടെക്നിക്കൽ നിങ്ങൾ ആർ ആർ ബി ജെക്ക് വേണ്ടി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടെക്നിക്കൽ ബിടെക് ലെവൽ ആകുമ്പോൾ എന്താ കുറച്ചും കൂടി ലെവൽ കൂട്ടിയിട്ടൊന്ന് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നില്ല, അപ്പൊ അതിനോട് കുറച്ച് ലെവൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ എന്താ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റിന്റെ എക്സാം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന രീതിയിൽ ഉണ്ടാവും. അതേപോലെ ഈ PWDയുടെ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സിന്റെ സിലബസ് ചേഞ്ച് ആവുന്നില്ല രീതിയിലാണ് പറയപ്പെടുന്നത്. അതിന്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ പറ്റി ഞാനിപ്പോ ഇവിടെ ഒരു കമന്റ് ഞാൻ ഇടുന്നില്ല. ഓക്കെ, കാരണം വെച്ചാൽ സിലബസ് ചേഞ്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പറഞ്ഞത് വെറുതെയാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിൽ 80% ഇലക്ട്രിക്കൽ 20% മാത്രമേ ഇലക്ട്രോണിക്സ് ഉള്ളൂ. അല്ല, ഇലക്ട്രിക്കൽ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണുള്ളത്. പക്ഷെ ഇപ്രാവശ്യം സിലബസ് ചേഞ്ച് ആക്കുന്നതുകൊണ്ട് 50-50 ആവുന്ന രീതിയിൽ പറയുന്നുണ്ട്. തൽക്കാലം ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നില്ല. എനിവേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 80% അവിടെ ഇലക്ട്രിക്കൽ ഉണ്ട് അല്ലെ മുന്നത്തെ പ്രകാരം. അപ്പൊ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഇത് രണ്ടും ഒരുമിച്ച് നോക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ സിലബസ് അവിടെ പുതിയ സിലബസ് വരുന്നു പറയുന്നതുകൊണ്ട് തൽക്കാലം അതിനെപ്പറ്റി കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താ ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റിയിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടാവും. ഓക്കെ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പൊ അതിന് വേണ്ടി എന്താ നന്നായിട്ട് ഇങ്ങൾക്ക് അവിടെ പ്രിപ്പറേഷൻ നടത്താം. അവിടെ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം 9,000-ഓളം കാൻഡിഡേറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്
എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനിയിപ്പോ അതല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമ ലെവലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കേരള വാട്ടർ അതോറിറ്റി, അതിന്റെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിലാണുള്ളത്. നല്ലൊരു ടൈം സ്പാൻ അവിടെയുണ്ട് അല്ലെ. കൃത്യമായിട്ട് എന്ത് എഫേർട്ട് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ NCA റിക്രൂട്ട്മെന്റ് ഇലക്ട്രീഷ്യൻ, അതുപോലെ ഇലക്ട്രീഷ്യൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ്, അതൊക്കെ ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിലാണ്. പിന്നെ ഇത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലയളവിൽ വീണ്ടും ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഫാമേഴ്സ് വെൽഫെയർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓക്കെ. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓക്കെ. ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് കംപ്ലീറ്റ് ആയതാണ്. അതിൽ കുറെ NJDs ഒക്കെ വന്നുകൊണ്ടാണ് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ലൈൻമാൻ, PWDയിലേക്ക് ലൈൻമാൻ, ഇലക്ട്രീഷ്യൻ കം മെക്കാനിക്, ഇലക്ട്രീഷ്യൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, ഇതൊക്കെ എന്താ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലങ്ങളിലേക്ക് ഷെഡ്യൂളാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ വരാനുള്ള നോട്ടിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അതിന്റെ ഓൾറെഡി വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, അതേപോലെ ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഇനിയിപ്പോ വരാനുണ്ട്. 2025 നമുക്ക് വരാനുണ്ട്. ഓക്കെ. ഒന്ന് ഒക്ടോബറിലും ഒന്ന് ഡിസംബറിലുമാണ് വാലിഡിറ്റി കഴിയുന്നത്, റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിയുന്നത്. റാങ്ക് ഇൻസ്ട്രക്ടറിന്റെ ഒക്ടോബറിലും ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിന്റെ ഡിസംബറിലുമാണ് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവിടെ കഴിയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ എന്താ നോട്ടിഫിക്കേഷൻസ് അവിടെ വരാനുണ്ട്. ഓക്കെ. അപ്പോ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ലോകത്തിൽ എന്തിയാ ഒരിക്കലും ഒരാളും എന്തിയാ ഒരു പരാജയപ്പെട്ടില്ലാത്ത ഒരാളും എന്തിയാ ഒരു വിജയം കൈവരിച്ചില്ല. അപ്പൊ പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ കാണുന്നുണ്ടാവുക അല്ലെ. നമ്മളിപ്പോ ജസ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ എഡിസൺ എന്തിയാ എത്രയോ തവണ പരാജയപ്പെട്ടിട്ടാണ് പിന്നെ എന്തിരിക്കുന്നത് നമ്മളെ ബൾബ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെ. അതേപോലെ അബ്ദുൽ കലാമിന്റെ ആണെന്നുണ്ടെങ്കിലും, അതേപോലെ ആ, പലരും ഇപ്പം ഹാരി പോട്ടർ ആണെന്നുണ്ടെങ്കിലും എത്രയോ എന്താ പറയണ്ട കുറെ ഹാരി പോട്ടർ ഇപ്പൊ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പിന്നെ കുറെ ആൾക്കാരുടെ പബ്ലിഷേഴ്സിന്റെ ഒക്കെ റിജക്ട് ചെയ്ത സംഭവമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ എന്താ പല രീതിയിലും എന്താ പറയണ്ട പരാജയപ്പെട്ടവരൊക്കെ എന്താ അവിടുന്ന് എങ്ങനെയാ മുന്നോട്ട് നീങ്ങിയിട്ട് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ഇവിടെ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ അവിടെ സ്ട്രക്ക് ആയിട്ട് നിൽക്കേണ്ടവരല്ല. നിങ്ങളെ സൈഡിൽ എന്താ മാക്സിമം എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയം എന്തായാലും എന്താ സുനിശ്ചിതമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത് മാത്രമേ ഉള്ളൂ. കുറെ പേരൊക്കെ ഡെസ്പായിട്ട് നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോ ഓക്കെ, എന്നാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.